നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി. സ്വാമിയാണോ വിഷയം അതോ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി ആണോ വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇതാണ് പ്രോപ്പർട്ടി അൺബോക്സിംഗ് വലിയ ചർച്ച. അതെ, അപ്പോൾ സ്വാമിയുടെ അൺബോക്സിങ് ചർച്ചകളാണ് മെയിനായിട്ട് ചാനലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോമഡി പരിപാടിയാണ് നമുക്ക്, കാരണം അങ്ങനത്തെ പരിപാടിയാണ് ആ വീട്ടുകാർ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വലിയ സീരിയസ് സംഭവമാണ്, പക്ഷെ അത് ഭയങ്കര കോമഡി ആയി മാറുകയാണ്. ഒരു വീട്ടിലെ അലക്കല്ല് പോലും ഇപ്പൊ വീട്ടുകാർ നോക്കുന്നത് കോമഡിയോട് കൂടിയിട്ട് അല്ലേ? അതെ, അങ്ങനത്തെ അവസ്ഥയ്ക്ക് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇന്ന് കോടതി ചോദിച്ചു മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ്. അതിൽ തിരിച്ച് മകൻ കൊടുത്ത റിപ്ലൈ എന്താ അറിയോ? മരിച്ചാലല്ലേ സർട്ടിഫിക്കറ്റ് ഉള്ളത്, സമാധിയല്ലേ. സമാധി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സമാജത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു തരും. അതേ നടക്കൂ. സമാധി സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാൻ പോണില്ല. സമാജത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പര് മേടിച്ചു തരും. കാരണം മൂപ്പരോട് എന്ത് ചോദിച്ചാലും മൂപ്പര് എന്താ പറയുന്നത് അറിയോ? ഹിന്ദുവിന്റെ കണക്ട് ചെയ്യുക. ആദ്യം മൂപ്പര് മറ്റേ മുസ്ലിം തീവ്രവാദം എറിഞ്ഞു, വർക്കായില്ല. അതിനുശേഷം ഇപ്പൊ പുതിയ മറ്റേ സാധനം മുസ്ലിം തീവ്രവാദികൾ പറയുന്ന ആൾക്കാരെ പേര് യേശുദാസ്, ഗോപാലൻകുട്ടി, ഗോവിന്ദൻകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വിറ്റതല്ല, ഇവര് ക്രിസ്ത്യൻ കൺവേർട്ടർ ആണെന്നാണ്. അത് വേറെ സീന്. പിന്നെ ഒപ്പം സിനിമയിലെ മറ്റേ സാധനല്ലേ, അച്ഛൻ മരിച്ചതാണോ? മരിച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ മരിച്ചിട്ടില്ലേ? അപ്പൊ അച്ഛൻ ജീവനോട് കൂടി ഉണ്ടോ? അല്ല, സമാധി. അല്ല, സമാധിയാണ്. സമാധി തന്നെയല്ലേ മരണം? അല്ല, അച്ഛൻ മരിച്ചിട്ടില്ല. ഇവന്റെ ഒക്കെ മുന്നിൽ പോയി ടോയ്ലറ്റ് പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ ഇരുത്തത്തിലാണ് സമാധി. ഉറപ്പല്ലേ? എന്നിട്ട് ഈ ടീമിനോടാണ് ഇന്ന് ആര് ചോദിച്ചത്? ഹൈക്കോടതി സർട്ടിഫിക്കറ്റ് ചോദിച്ചിരിക്കുന്നത്. കിട്ടുമോ? കൊടുക്കവരയിൽ കാണുമോ? ഇതാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സമാധി ആയതോ അല്ലെങ്കിൽ ആ കല്ലുമ്പോൾ പോയിരുന്നതോ ആ ടൈമിൽ ഇയാൾ ഇൻസുലിൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമായിരിക്കുമല്ലോ. ഇന്നലെ ഇവരുടെ വൈഫ് സംസാരിച്ച സമയത്ത് ഇയാളുടെ ഡെയിലി റൂട്ടീൻ, ഈ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫും റൂട്ടീനും ഇയാൾ കഴിക്കുന്ന മരുന്നും ഇയാളുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കര വാലിഡ് പോയിന്റാണ് ഈ സാധനം. ശരിക്കും നമ്മൾ ട്രോളും തമാശയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം എനിക്ക് തോന്നുന്നു മീഡിയ കുറച്ചും കൂടി അതിൽ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവരെ ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈ ഫാമിലീനെ ക്രാക്ക് ചെയ്യാം. ഇത് ചുമ്മാ ഈ ഫാമിലിയോട് പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ അവർ വേറൊരു ട്രോള് പറയും. മറ്റേ ഹരഹര മഹാദേവ ശിവശംഭോ എന്ന് പറഞ്ഞിട്ട് അയ്യോ മറ്റേ കാന്താര 2 ഇറക്കും ഇവർ, പല സീനും ഇവർ ഇറക്കും. പക്ഷെ അതിലും നല്ലത് ഇവരെ ക്രാക്ക് ചെയ്യുക ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. എന്താണെങ്കിൽ ഈ വൈഫ് പറയുന്ന കാര്യങ്ങൾ, ഇയാളുടെ ഡേ ടു ഡേ റൂട്ടീനെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടോ. അന്നും അതുപോലെ അമ്പലത്തിൽ കയറി അഭിഷേകവും നിവേദ്യം ദീപാനം എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അഭിഷേകം കഴിഞ്ഞല്ല. അപ്പം അവിടുത്തെ കർപ്പൂര ദീപാരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിവേദ്യം പതിവാ കൊടുക്കുന്നത്. ആ കർപ്പൂര ദീപാരണ സമയത്ത് ഇവിടെ ഞാൻ ഇതിനിടയ്ക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കും, അവർ കുളിക്കും, എല്ലാം ഒരു ചായ കൊടുക്കും. പ്രായം ചെന്നേലേ ഇഷ്ടംപോലെ ആഹാരം കഴിക്കാത്ത ആളാണ്. അപ്പം ഒരു ചായ കുടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സമയമാകുമ്പോൾ പോയി അച്ഛനെ ഒന്ന് വിളിക്കും. അപ്പം നടന്ന് ഇവിടുന്ന് പോയാൽ ആ പടി ഇറങ്ങുമ്പം അല്പം കാല് തെറ്റ, കണ്ണിന് കാഴ്ച കുറവാണ്, ലെൻസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നുകളാണ്, തുള്ളി മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ അച്ഛാ കൈതാ കൊണ്ടു. പിന്നെ പയ്യെ നടക്കും. പിന്നെ സോപാന പടിയുണ്ട്, അതിനകത്ത് കയറി പയ്യെ കുത്തനെ ഇറങ്ങുമ്പോഴും സഹായിച്ചു കൊടുക്കണം, പടി തെറ്റാതിരിക്കാൻ. അങ്ങനെ ഈ കർപ്പൂര ദീപാനം കഴിഞ്ഞ് നമ്മളൊക്കെ പോയി തൊഴാൻ പോകും. അങ്ങനെ ഈ ചുരുക്കത്തിലാണ്. അപ്പം നാട്ടുകാർക്ക് തൊഴാനുള്ള സമയം ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല. അതിന് കാരണം വേറെയുണ്ട്. അപ്പം ഈ സമാധിയുടെ സമയമാണ് പറയണത്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരെയാണ്. അല്ല, ശിവ ഇതാണ് ആൾക്കാർക്ക് കേൾക്കണവർക്ക് തെറ്റാണ്. പൂജ കഴിഞ്ഞിട്ട്, ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ വരെയാണ് നിത്യവും. അതിനുശേഷമാണ് നമ്മൾ കാപ്പി എല്ലാവരും കുടിക്കുന്നത്. നിത്യവും ഈ 3-4 ദിവസത്തേക്ക് മുമ്പ് അവർ 3-4 ദോശയൊക്കെ നിറയെ തിന്നും. പിന്നെ അതിനുള്ള കാലിൽ ചെറിയ പുണ്ണുണ്ടായിരുന്നു. എങ്ങനെ ഒരു കല്ല് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കല്ലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പം എന്തോ കല്ലോ മുള്ളോ നിറഞ്ഞുകൂടാ, ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ആവാല. അങ്ങനെ സരസ്വതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2-3 കൊല്ലമാവും അത് ചികിത്സയ്ക്ക് പോയായിരുന്നു. അപ്പം അവിടുത്തെ തുണ്ടുകൂടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ ചികിത്സയിൽ അപ്പം ഇവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിമുട്ടും പ്രായം ചെന്നില്ലേ. അപ്പം ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്ത് ട്യൂബെല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങേക്ക് സ്ഥിരമായിട്ട് മരണം വരെ, ആ പേപ്പർ ഇവിടെ ഉണ്ട് റെക്കോർഡ്, മരണം വരെ കഴിക്കത്തക്ക ഗുളിക ഈ സ്വാമിക്ക്
ഇവരെ പ്രവൃത്തിയൊക്കെ കണ്ട് മനസ്സിലാക്കി ഡോക്ടർ എഴുതിയതാണ്. ആ തുണ്ട് കൂടെ ഉണ്ട് മോൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പം കഴിച്ചതിൻ്റെ ബാക്കി അതായിരിക്കണം. അപ്പം അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ മുടക്കിയിട്ടില്ല. കാരണം ആ പൈസ ഒത്തിരി ആവും, എന്നാലും അച്ഛൻ നേരെ നടക്കട്ടെ, മക്കളെ രണ്ടുപേരും ഉദ്ദേശം. അങ്ങനെ ഈ ഗുളികയും ഇൻസുലിനും വെച്ച് ഇവിടെ നിന്ന് മോനും അച്ഛനുമായിട്ട് വീണ്ടും ഈ ഇപ്പം സമാധി ഇരിക്കുന്ന സ്ഥലത്ത് അത് നമ്മൾ കൃഷിപീഠമായിട്ടാണ് മോനും അച്ഛനും കൂടെ ശരിയാക്കി. അതിൽ പേരുണ്ട്, ഡാറ്റുണ്ട്. കൃഷിപീഠം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഓരോ വീട്ടിൽ ഇത് സിദ്ധനാർ ഭവൻ എന്ന് എൻ്റെ കുടുംബയുടെ സിദ്ധനാർ, അപ്പം അവർക്ക് ഒരു വീട്ടിൽ വന്ന് സിദ്ധനാർ ഭവൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കണ്ടല്ല, അതേപോലെ കൃഷിപീഠം എന്നാണ് ആ പീഠത്തിൽ എഴുതിയിട്ടുമുണ്ട്. ഏകദേശം മനസ്സിലായോ? അതായത് അത്യാവശ്യം വയസ്സുണ്ട്, 19 വയസ്സിന് അടുപ്പിച്ചിട്ടുണ്ട്, രോഗമായ രോഗങ്ങൾ കംപ്ലീറ്റ് എല്ലാം ഉണ്ട്. ആ ഏജിൻ്റെതിനേക്കാൾ കൂടുതൽ അസുഖമായിട്ട് നല്ല ഉണ്ട്, കാഴ്ച കമ്മിയുണ്ട്. അതായത് ഒരു ചുമട്ടുതൊഴിലാളി ആയിരുന്ന വ്യക്തി ചുമട്ടുതൊഴിലാളി ആയിരുന്ന സമയത്ത് അയാളുടെ ദേഹം കംപ്ലീറ്റ്ലി അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വയസ്സാങ്കാലത്ത് ജീവിച്ചു വരുമ്പോഴത്തേക്ക് അയാൾക്ക് ആവശ്യമുള്ള റെസ്റ്റോ കാര്യങ്ങളോ എടുക്കുമ്പോഴും അയാൾക്ക് രോഗങ്ങൾ അലട്ടിയിട്ടുണ്ട്. ഭയങ്കര രോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ ഈ സ്ത്രീ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ണിന് കാഴ്ചയില്ല, മരുന്ന് ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവര് പറഞ്ഞു വെച്ചേക്കുമ്പോ വീടിന്റെ പടി വരെ അയാൾ മെല്ലെ ഇങ്ങനെ പോയി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ മോൻ കൈ പിടിച്ചാണ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ഇത്രയും രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ അത്രയും മരുന്നും സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അയാൾ എന്താണ്, ഇല്ല, വളരെ വീക്കാണ്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി എന്നുള്ളത് ഇതൊന്നും വെരി എവിഡൻ്റ് ആൻഡ് വെരി ക്ലിയർ ആണ്. സെക്കൻഡ് തിങ്, ഈ വീഡിയോയിൽ ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ചെങ്കിൽ, ഈ ഋഷി പീഠോ മറ്റേ പീഠം മറച്ചേ പീഠം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് സമാധിയായ ഇപ്പോഴത്തെ പ്രോപ്പർട്ടി, ഇത് ഇവർ വെച്ചിട്ടുള്ളത് ഒരു ലാൻഡ് മാർക്ക് പോലെ, ഒരു ഐക്കൺ പോലെ, മനസ്സിലായോ? അതായത് ഈ സാധനം അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, വേറെ ആരും ആ സംഗതി, ഇപ്പോൾ ഈ പറമ്പും തൊടിയൊക്കെ കയ്യേറാൻ വേണ്ടിയിട്ട് മലയോര പ്രദേശങ്ങളിൽ കുരിശു കൊണ്ടുവയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, മനസ്സിലായി? അങ്ങനത്തെ പണി കാണിക്കും. ഈ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ കൊണ്ടുവച്ചിട്ട് ഒരു സ്ഥലം കൈയടക്കുന്ന പരിപാടികൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായി കണ്ടതാണ്, അടുത്ത വീട്ടിലുള്ള വ്യക്തിയുടെ കാറ് പോവാൻ ഈ സ്ഥലത്ത് ഈ വഴി ഉള്ളതാണ്. അപ്പൊ ആ ബ്ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ വഴി എന്ത് ചെയ്യണം, ഇവർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇയാളുടെ സമാധി സ്ഥലം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി വെച്ചു. എനിക്കും അത് കണ്ടപ്പോ അതിനാ തോന്നിയത്. കാരണം ഇത് കേട്ട് ഇതൊരു സമാധിയാണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മതവിഭാഗത്തിൽ പെടുന്ന എല്ലാവരും അതിന്റെ പുറകെ ഉണ്ടാവും. അത് തുറക്കാൻ പറ്റില്ല, അത് പൊളിച്ചു എന്നുള്ളത് പറയും. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ റോട്ടില് അതേപോലെ മറ്റേ ഇവിടെ ചുരത്തിലൊക്കെ ജാറുണ്ട്, ജാറ് പൊളിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് നാഷണൽ ഹൈവേന്റെ സൈഡിലും തിരിച്ചു വിടും, എല്ലാതും അങ്ങനെ തന്നെ. ഒന്നും നടക്കൂല. മതപരമായിട്ടുള്ള ചിഹ്നം എന്ന് പറഞ്ഞ രീതിക്ക് കൊണ്ടുവരുത്താൽ അത് ഒരാളെ സമാധിന്നും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് പിന്നെ അടുത്ത വീട്ടുകാരന് കാറും കേട്ടണ്ട, ഒന്നും വേണ്ട, ടയർ ഇട്ടി പോകാൻ പറ്റും. മറ്റേ പഴയ പോലെ ആ പരിസരത്തുള്ളവരൊക്കെ പിന്നെ പരിപാടിയും പൂട്ടിച്ച് പോകണമെന്നല്ല, അവിടെ അവർക്ക് ഫുഡ് കഴിക്കുന്നതിൽ പോലും ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കാരണം അവര് പറഞ്ഞിട്ടില്ല, കാക്ക അപ്പുറത്തുനിന്ന് ഫിഷ് ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ടുപോയിടുന്ന പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനത്തെ സീനുകൾ ഇവര് നാട്ടുകാർക്ക് ന്യൂസൻസ് ആയി മാറുകയാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഈ ഒബ്സസ്ഡ് സാധനം വരികയാണ്, മതം എന്ന് വരുമ്പോ അച്ഛനെ തട്ടി സൈഡാക്കി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്കും എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവളെ ഉപദ്രവം മാറി കിട്ടി. ഇവർക്ക് ഇനിയിപ്പോ ഇയാളെ അത്രയും വയ്യാടക്കണ ആളെ നോക്കും വേണ്ട. അതെ, അല്ല ഇത് എന്താന്ന് ആയിരിക്കും അയാള്, എനിക്ക് തോന്നുന്നു മോൻ ചിലപ്പോ കൈയൊക്കെ പിടിച്ചിട്ട് സാധാരണ കൊണ്ടുപോകണമല്ലോ, അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ഇയാള് ഉണ്ടാവുമല്ലോ, അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് സമ്മതി കാരണം നേരെ കെട്ടിപ്പടുത്തോന്നാവും. മക്കളും കൊള്ളാം, അമ്മയും കൊള്ളാം. ഇത് കൂടി കേട്ടോളൂ. അത് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 2010 എന്താണ്. അപ്പം അന്നൊക്കെ എഴുതിയ സ്ഥലങ്ങളാണ് ഇപ്പോഴത്തേത്. ഇന്ന് അത് ചെന്നു അവർ രണ്ടുപേരും കാപ്പിയും കുടിച്ചുകൊണ്ട് പോയി. അപ്പം ഇതിന് 3 ദിവസത്തേക്ക് മുമ്പ് 4 ദോശ കഴിഞ്ഞ് അടുത്ത് 3 ദോശയെ കഴിക്കുള്ളൂ. പിന്നെ ഓരോ ദോശ കുറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എനിക്ക് ദോശ എനിക്ക് കരുതണ്ട. അതെ ഈ സമാധിക്ക് 3 ദിവസം മുമ്പേ പറഞ്ഞു, എനിക്ക് ഇനി ദോശയെ വേണ്ട, എനിക്ക് ഇത്തിരി പൊടിയിരി കഞ്ഞി പോലെ. ഞങ്ങൾ രാവിലെ കാപ്പിയും ചോറൊക്കെ ആകും, നമുക്ക് ജോലി കൂടുതലാണ്, അമ്പലത്തെ ജോലി, വീട്ടു ജോലിയൊക്കെ. അപ്പം ഞങ്ങൾ ചോറും കറിയൊക്കെ രാവിലെ അങ്ങ് തയ്യാറാക്കും. എന്നിട്ട് അതിലുള്ള കറികളും എല്ലാം വെച്ച് നമ്മൾ എരിശോരി കഞ്ഞി വയ്ക്കില്ലേ, അതേപോലെ കുറുമ പോലെ വെച്ച് ചോറ് കുറച്ചിട്ട് മലക്കറി കറികൾ വെച്ച് ലൂസാക്കി നമ്മൾ പായസം കുടിക്കും പോലെ വെച്ചിരിക്കും. അപ്പം ചിലപ്പോൾ അത് ഉച്ചയ്ക്ക് രാവിലെ ഇങ്ങനെ ചിലപ്പോൾ അത് ചൂടാക്കി രാത്രി വരെ കഴിക്കും. പിന്നെ ചോറേ കഴിച്ചിട്ടില്ല, ഒരിക്കലും വന്നില്ല. അന്ന് ഈ സമാധിയിലായിരുന്നു, ഒരിക്കലും തിരിച്ചു വന്നില്ല.
അവിടെ തന്നെ ഇരുന്നു. അപ്പം അച്ഛനും അവിടെ ഇരിക്കണമെങ്കിലും മോന് പശു കൊണ്ട് പുല്ല് പറിക്കണം, പശുവിന് വെള്ളം കൊടുക്കണം, പല പല ജോലി. അപ്പം അവിടെ ചെന്ന് ഇരിക്കണമെങ്കിലും അച്ഛൻ എഴിക്കാറാകുമ്പോൾ മോൻ വീണ്ടും പോവും, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ നോക്കാൻ പോകും. അന്ന് ഈ സമാധിയിൽ അന്ന് അവർ ഇരിക്കണ ഇതൊക്കെ വ്യത്യാസത്തിലാണ് കണ്ടത്. അപ്പോൾ കുളിച്ചു കാവ്യാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് പോയപ്പോൾ ആ തുണിയിൽ അവരിയ്ക്കണ വശം മോന് ധ്യാനിക്കറിയാം, എനിക്ക് ധ്യാനിക്കറിയാം. ഇവിടെയാണ് ഞാൻ ഈ പറയുന്ന ഇൻസുലിൻ ഓവർഡോസിൻ്റെ സീൻ വരുന്നത്. ഇയാൾ ഈ മരണം നടന്ന ദിവസം, സമാധി ആയി എന്ന് ഇവർ പറയുന്ന ദിവസത്തിൽ ഫുഡില്ല. ഫുഡില്ലാതെ ഇയാൾ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്നെടുത്തു. ഞാൻ പറയാലോ, ഇത്രയും വയ്യാതെ ഇരിക്കുന്ന ഒരാൾ സ്വന്തം മരുന്ന് കഴിക്കില്ല. ഇവർ കൊടുത്തിട്ടേ കഴിപ്പിക്കാൻ പറ്റും. അതൊരു പക്ഷേ ഇവർ മനഃപൂർവ്വം ചെയ്തതാവുണ്ടാവില്ല, ഇവരെയും വിവരമില്ലായ്മേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ചെയ്തതാവാനും ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഫുഡ് കഴിക്കാത്ത ഒരാൾക്ക് ഇൻസുലിനും അതും ഇതൊക്കെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു 70 വയസ്സിന്റെ മുകളിൽ 80 വയസ്സ് അടുപ്പിച്ചായിട്ടുള്ള ഒരാൾക്ക് ഫുഡ് പോലും ഇല്ലാത്ത സമയത്ത് ഇൻസുലിൻ ഓവർഡോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസുലിൻ ഉള്ള ഡോസ് അടിച്ചാൽ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ വരും, ലോ ഷുഗർ ആവും, ആള് പോവും. കാരണം ഈ ലോ ഷുഗർ ഹൈപ്പോഗ്ലൈസീമിക്ക് ഒരു സീനുണ്ട്. ഈ നിങ്ങൾ ഇന്നെ കാണുന്നതാണല്ലോ, ഇത്രയും ഞാൻ ഫിസിക്കലി അത്രയും ഫിറ്റായി, എൻ്റെ ഏജും ഇത്രയും കുറവാണ്, എന്നിട്ട് പോലും എനിക്ക് ഹൈപ്പോഗ്ലൈസീമിയൻ്റെ ഏറ്റവും പീക്ക് അവസ്ഥയിൽ വരുമ്പോൾ എനിക്ക് ആൾക്കാരെ അറിയില്ല, ബോധമില്ല, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടി ഇരുട്ട് കയറും, വർത്താനം ശരിയാവണില്ലല്ലോ. വർത്താനം അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ ഒന്നില്ലെങ്കിൽ ഞാനൊരു മദ്യപാനി, അല്ലെങ്കിൽ ഞാൻ എന്തോ മരിക്കാൻ പോവാണ്, തീർന്നു. കാരണം മേലൊക്കെ വിറങ്ങലിച്ച് നമുക്കൊക്കെ അത് അറിയണ കാരണം കൊണ്ടും ഈ തന്നെ അതിനൊരു പ്രിക്കോഷൻ ഒക്കെ എടുക്കണ കാരണം കൊണ്ടുമാണ് അതിന്റെ ഹെവി സ്റ്റേജ് അറിയാത്തത്. ചിലപ്പോ ഒരു പക്ഷേ ശ്വാസമൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കണൊക്കെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോ അവരങ്ങനെയൊക്കെ നിന്നതായിരിക്കും ചിലപ്പോ ഈ സ്വാമി അറിയുന്ന ആള്. ഇത്രയും വയ്യാത്ത ഒരാൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വന്ന് അടിച്ച് ഇയാൾക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, ഷുഗറും ഡൗൺ ആയിട്ട് വീണായിരിക്കും. കാരണം ഒന്നും കഴിക്കാതെ അന്ന് കൃത്യമായി ഇവര് പറയുന്നുണ്ട് 3 ദിവസം മുമ്പ് മുതൽ ദോശയുടെ എണ്ണം കുറച്ചു. അരിഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഷുഗർ വരുന്നത്, അത് അയാൾക്കില്ല. അടുത്തത് പറയുന്നത് എന്താ, എന്തൊക്കെയോ അടിച്ചു വെച്ചൊരു കുറുക്ക കുടിക്കാന്ന്. ഇതെപ്പോ കോവിലിന് പോയി വന്നതിന് ശേഷം, ഇയാള് കോവിലിന് പോയി വന്നിട്ട് പിന്നെ ഈ കുറുക്ക് കുടിച്ചിട്ടില്ല, നേരെ അവിടെ പോയി ഇരിക്കുക ഇയാള്. ഒന്നും കഴിച്ചില്ല, പിന്നെ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനും മരുന്ന് മാത്രമാണ് അന്നേ ദിവസം എന്ത് ഫുഡ്. ഓബിയസ്ലി അയാൾ തട്ടിപ്പോവില്ലേ. എന്തോ കഥയാണ് ഇത്. ഇനിയിപ്പോ ഓക്കെ എന്തോ, ഇനിയിപ്പോ അവര് സമാധിന്നോ എന്തോ പറഞ്ഞോട്ടെ, ഭാരതം, ഇന്ത്യ, നിങ്ങൾ എന്ത് പേര് വേണേ ഇട്ട് വിളിച്ചോ, ഓക്കെ. ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് എന്ത് മെയിൻ സാധനം. ഇനി മരണ സർട്ടിഫിക്കറ്റും വേണ്ട, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലാതെ നമ്മളെ കൂട്ടത്തിലോ കുടുംബത്തിലോ നാട്ടിലുള്ള വേറൊരാൾക്ക് എന്തിനാണ് ഈ മരിച്ച ഒരാൾ ഇങ്ങനെ 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് എല്ലാവരും കാണിക്കുന്ന എന്തിനാ? എല്ലാവരും വന്ന് കണ്ടോട്ടെ, ഹൈ ഹൈ ഹോയമ്മ എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇയാൾ മരിച്ചു, അത് 4 ആൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അത് കൺഫേം ആയല്ലോ. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നിർബന്ധമാണ്. ഇപ്പം എന്താ സത്യത്തിലും അറിയോ, ഈ സ്വാമി മിസ്സിംഗ് ആണ്. അല്ല, ഈ സ്റ്റേജിൽ അതേ പറയാൻ പറ്റുള്ളൂ, ആരും കണ്ടിട്ടില്ലല്ലോ. മാത്രമല്ല കുറച്ച് രാവിലെ ആകുമ്പോൾ വേറൊരാൾ കണ്ടതുമാണ് അയാൾ അവിടെ ഇരിക്കുന്നത്, പിന്നീട് കാണാനില്ലാതെ ആകുമ്പോൾ അതിന് മിസ്സിംഗ് എന്നല്ല പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല ആലോചിച്ച് നോക്കി, ഇവരാ ഒരു മരുന്നും എന്തൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കഴുത്ത് വരെ ഞങ്ങൾ ഇട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനി അഥവാ അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ കൂടെ കഴുത്ത് വരെയിട്ട് അത് ദമ്മാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ആവശ്യമുള്ളത് തന്നെ പോകില്ല. സുഗന്ധവ്യഞ്ജനത്തിനറിയോ, പഴുത്ത് ചെയ്യുന്ന മണം വരാരി അയാളെ കഴുത്ത് വരെ അതൊക്കെ ദമ്മാക്കി എല്ലാം മൂടി ഞങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ആകെ ഇത്തിരി ശ്വാസം കിട്ടിയ മുഖത്തു കൂടെ എന്തൊക്കെയോ വാരി തേച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ പറയാം, ശരിക്കും ഇവർ സമാധി എന്ന് പറഞ്ഞ സാധനത്തിനെ അതിയായി വിശ്വസിച്ച് ഇയാൾ സമാധി ആവുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു വെച്ചത് ഓർത്ത് പിടിച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇയാൾ ബെഡ് കിടന്ന് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സമാധിയായിട്ട് ഇരുത്തി ഇതൊരു കോവിൽ കെട്ടാനും നാളെ ഒരു പിൽഗ്രിം സെൻ്ററാക്കി മാറ്റാനും പൈസ അടിച്ച് മാറ്റാനുള്ള പരിപാടി വീട്ടുകാരുത്. എന്താണെങ്കിലും ഞാൻ പറയാം, ഇയാളിപ്പോൾ മിസ്സിംഗ് മാത്രമേ, അതിനും സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യൻ നിയമപ്രകാരം ഇയാൾ മിസ്സിംഗ് ആണ്. ഒന്ന്, മിസ്സിംഗ് ആയ ഒരാളെ കണ്ടുപിടിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ട്, അതാർക്കും വേണമെങ്കിൽ കേസ് കൊടുക്കാം, നിയമവ്യവസ്ഥയിൽ പോലീസിന് അന്വേഷിക്കാം. ഇവർ ഈ പറഞ്ഞ മാതിരി അൾട്രാസൗണ്ടും മറ്റേ സാധനവും കൊടുന്ന് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് ഈ പെട്ടിക്കകത്ത് ഇയാളുണ്ടോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടിക്കകത്ത് ഈ അൾട്രാസൗണ്ട് അടിക്കുന്ന സമയത്ത് അച്ഛൻ്റെ മേത്തുള്ള കാക്കാപ്പുള്ളി തട്ടിയിട്ട് സൗണ്ട് തിരിച്ചു വരും. അല്ല, ഇത് ഇയാൾ തന്നെയാണെന്ന് അറിയണ്ടേ, ഒരു വേറെ ആരെങ്കിലും ആണെങ്കിൽ കുറിച്ചിട്ടുണ്ടെങ്കിലോ. അല്ല, അതിന്റെ ഉള്ളിൽ അയാൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ, അത് മാത്രമല്ല ഇയാളാണോന്നോ, ഇതിനുള്ളിൽ വല്ല വേറെ എന്തെങ്കിലും ഒരു ജന്തുക്കളെ കൊണ്ടിട്ടാലും മതിയല്ലോ. ഞാൻ ഇന്നലെ ഒരു കുറെ മറ്റേ ആൾക്കാർ കമന്റ് ചെയ്ത് കണ്ടേ, ദൃശ്യ മോഡലായിരിക്കും, പെട്ടി പൊളിക്കുമ്പോ പശു ആയിരിക്കുന്നു. പശു ആണെങ്കിൽ അവസ്ഥ എന്താ അറിയാം നിങ്ങൾക്ക്, ഈ വീട്ടുകാര് സംഖ്യകൾ കൊല്ലും. പശുവിനെ കൊന്നിട്ടല്ലേ പശു പാടില്ലല്ലോ. അച്ഛന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെ, പശു ആണെങ്കിൽ സംഖ്യകൾ തീർക്കും. പശു ആണെന്നുണ്ടെങ്കിൽ മക്കളെ
ഈ പറഞ്ഞ അച്ഛന്റെ സീനൊന്നും ആയിരിക്കൂല. പശു ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസങ്ങളൊപ്പം നിന്ന് സംഖ്യാളൻ എന്ത് ചെയ്യും, നിങ്ങളെ വെട്ടിക്കൂട്ടി തീരുമാനമാക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ചിരിച്ചിട്ടില്ലല്ലേ. ഇന്നലെയൊക്കെ ചാനൽ എന്താണ് വരുന്നത്, സനന്ദനോ എന്താണ് മൂപ്പര് പേര്. മൂപ്പര് ഇന്നലെ എല്ലാ ചാനൽ ചർച്ചയിലും വന്നിരുന്നിട്ട് അച്ഛൻ ഇല്ല സാർ, അച്ഛൻ മരിച്ചിട്ടില്ല സാർ. പിന്നെന്താ സാർ, അച്ഛൻ സമാധി ആയതാണ് സാർ. എന്നാ അച്ഛൻ ജീവനോട് കൂടെ ഉണ്ടോ? ഇല്ല, അച്ഛൻ ജീവനോട് കൂടില്ല. പിന്നെ അച്ഛനോട് സമാധിയിലിരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിന്ന് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കണം. അമ്മ ബാക്കിന്ന് നിന്നോട് ആരാ ഇവനൊക്കെ ഇങ്ങോട്ട് പോരുന്നൊക്കെ. ആഷ്മിനെ 24 ചർച്ചയിൽ ആഷ്മി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവര് മൂപ്പര് നോക്കി മറ്റേ സിനിമ കാണുന്നിരിക്കുന്നുണ്ട്. അമ്മേനോടല്ലേ ബാക്കിന്ന് കയ്യിന്റെ വിരലൊക്കെ മാത്രമൊക്കെ കാണുന്നുണ്ട്. ആംഗ്യം കൊടുത്തു. നല്ല കോമഡി ഉണ്ട്. എന്തൊരു അവസ്ഥയുടെ സത്യം ഉണ്ടോ, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പേടിയുണ്ട്. കാരണം ഒരു മതിൽ അപ്പുറത്തുള്ളവന്റെ ചിന്താഗതി എന്താ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ. ഒരു മതിൽ അപ്പുറത്തുള്ളവൻ തീവ്ര ഇങ്ങനത്തെ ചിന്തകളുമായിട്ട് കൊണ്ടു നടക്കണ ഒരുത്തരാണെന്നുണ്ടെങ്കിൽ അവന്റെ മതിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചാടേണ്ട ഒരു ഗതികേടോ അപ്പുറത്തെ വീട്ടിന്റെ ഗതികേടോ ചെന്ന്. അല്ല, നമ്മൾ ഈ സമാധി എന്നൊക്കെ കേൾക്കുന്നത് ഇപ്പൊ ശ്രീനാരായണ ഗുരു സമാധി എന്നൊക്കെ പറഞ്ഞ പോലെ അതൊരു വലിയ സംഭവമായിട്ടാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. കണ്ടിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ലെങ്കിൽ നമ്മൾ കേൾക്കണത്. അതിനൊക്കെ ഒരു കോമഡി രൂപത്തേക്ക് മാറാണ് ഇങ്ങനത്തെ രീതിയിൽ പോകുമ്പോൾ, ഓരോരുത്തർ ഇങ്ങനത്തെ രീതിയിൽ അത് യൂസ് ചെയ്യുമ്പോൾ. എന്താ സംഗതി അറിയോ, ഈ ശ്രീനാരായണ ഗുരു സമാധി അല്ലെങ്കിൽ ബാക്കി സമാധികൾ എന്നൊക്കെ പറയുമ്പോ അതിനൊരു പ്രോപ്പർ സ്ട്രക്ചറും ഉണ്ട്. ഗുരുനാഥൻ സമാധിയായപ്പോ ഗുരുനാഥന് ബാക്കിയുള്ള ശിഷ്യന്മാരടക്കം ബാക്കിയുള്ളവർ കർമ്മങ്ങൾ ചെയ്യാനും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടറെ അയാൾക്ക് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, മരുന്ന് കുടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാതെ ഇതിങ്ങനെ നേരിട്ട് അങ്ങോട്ട് നടന്നു പോയി അവിടെ ഇരുന്ന് ചൈതന്യൊക്കെ കൂടി അങ്ങോട്ട് സെറ്റപ്പ് ആയതല്ല. ഇരുന്നിരിപ്പില് ഇതിന്റെ ആദ്യത്തെ ദിവസേ ഒരാള്, ആ ക്ലിപ്പ് എവിടെയുണ്ടോ എനിക്കറിയില്ല, തപ്പി കണ്ടുപിടിച്ചാൽ നോക്കട്ടെ. ഒരാള് വന്നിട്ട് ചേട്ടാ എന്താ സംഭവിച്ചത് ചോദിച്ചു, റിപ്പോർട്ടറിന്റെ ആള്. എനിക്ക് ചേട്ടാ വന്നിട്ട് എന്തോ ആ പയലിന്റെ അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായിന്നോ, അച്ഛന്റെ ആത്മാവ് പൊങ്ങി പോണത് കണ്ട ഇവൻ സ്ലാബ് വെച്ച് അടച്ചെന്നോ. അയാള് പറഞ്ഞതാ. അയാൾ പറയേ ആ പയൽ അവന്റെ അച്ഛന്റെ മറ്റേ ഇത് പോണത് കണ്ടപ്പോ സ്ലാബ് വെച്ച് അടച്ചു. കുറച്ചും കൂടെ ചോദിച്ചെന്ന് ചിലപ്പോ ഇവര് ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു. അല്ല, ആ ദിവസം പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇയാള് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ ആയിപ്പോയി. ഇപ്പൊ അച്ഛന്റെ ആത്മാവ് പോണെന്ന് കണ്ടപ്പോഴത്തേക്കും സാധനം വെച്ച് അടച്ചു. അയ്യോ, എനിക്കൊന്നും പറയല്ല മക്കളെ. എന്താണെങ്കിലും കൊള്ളാല്ലേ, മലയാളികൾക്ക് ഇത്രയും ഭയങ്കരമായിട്ടുള്ള. എന്തായാലും ആ പരിസരത്തുള്ള വീട്ടിലൊക്കെ എല്ലാവരും ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് നിർബന്ധമായി ടോയ്ലറ്റ് ഉണ്ടാക്കണം. ആരെങ്കിലും വിളിക്കിരിക്കണൊക്കെ കണ്ടു കഴിഞ്ഞാലേ മുകളിൽ കൊടുത്തൊരു കോൺക്രീറ്റ് കളിച്ച് സമാധി അറിയും. അല്ല, ഞാൻ പറയട്ടെ, വേറൊരു ഭയങ്കര ഡേഞ്ചർ ഫാക്ടർ എന്താ അറിയോ, കേരളത്തിൽ ഇന്ന് സമാധികളുടെ എണ്ണം എടുത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുന്ന നമ്പർ ഓഫ് സമാധികളുണ്ട്. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു. അയാള് ആരാ എന്താ എവിടുന്നാന്നുള്ള ഡീറ്റെയിൽസ് അയാൾ എനിക്ക് പറയാൻ സമ്മതിക്കുന്നില്ല. അയാൾ എനിക്ക് 1-2 ഫോട്ടോസ് അയച്ചു തന്നു. അത് വിളക്ക് വെക്കുന്ന തറ പോലത്തെ സെറ്റപ്പ്, സെയിം ഇവിടെ കണ്ട സെയിം, പക്ഷെ എക്സ്റ്റൻഷൻ ഇല്ല പുറത്തേക്ക്, ഒരൊറ്റ ക്യൂബ് പോലത്തെ ഒരു സെറ്റപ്പ്. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇത് ചേട്ടാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പാണ്. ഈ പറമ്പിനകത്തുള്ള ഞങ്ങൾ ഇത്ര കാലം വിചാരിച്ചിരുന്നത് ഇവര് സമാധി എന്ന് പറയുമ്പോൾ അച്ഛനെയോ അമ്മേനെയോ അല്ലെങ്കിൽ അങ്ങനെ കുഴിച്ചിടുന്ന ഒരു സാധനമുണ്ടല്ലോ, മരണത്തിന് ശേഷം കുഴിച്ചിട്ടതിന് ശേഷം നമ്മൾ തറ കെട്ടി അതാണെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷെ ഇവര് ഇത് കല്ലറ അല്ലെങ്കിൽ നമ്മളെന്താ ശരിക്കും മരിച്ചവരങ്ങനെ കുഴിമാടം എന്നല്ലേ പറയുക, അങ്ങനെയാണ് നമ്മൾ പറയാറ്. പക്ഷെ ഇവര് സമാധി എന്നാണ് ഇത്രയും വർഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമാധി കണ്ടപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഡൗട്ട്, ഇത് ഇവർ സമാധി എന്നല്ല, ഇതിന് കുഴിമാടം എന്നല്ല അത്ര പറയുന്നത്, സമാധി എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് ഡൗട്ട്. ഇയാള് പറയാ, ഈ ചക്കൻ പറയാം പേടിയാണ് ചേട്ടാ ഇപ്പൊ സമാധി എന്ന് പറഞ്ഞിട്ട് അറിയാൻ പാടില്ല ചേട്ടാ എന്താ സംഗതി, ഒരു പിടുത്തമല്ല ചേട്ടാന്നൊക്കെ. അല്ല, ഇതിപ്പോ ഇങ്ങനെ സമാധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനിപ്പം വ്യക്തമായൊരു തെളിവും അത് വന്ന് പോലീസ് അത് ഓപ്പൺ ചെയ്ത് അത് എന്താ നോക്കിയതിന് നമുക്കൊരു തെളിവ് സഹിതം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ആളുകൾക്ക് ഇതൊരു ഇതല്ലേ, ഒരാളെ തല്ലി കൂട്ടി കൊന്നുകൊണ്ട് സമാധി എന്നാ പോരെ. ആയാലും മോശം പരിപാടിയാണ്. ഇതിന് മറ്റേ ഹിന്ദു വേദിയും മറ്റേ ഐക്യവേദിയും ബജരംഗദളും BJP RSS ഒക്കെ ഇതിന് കൂട്ടിവെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ധൈര്യം നല്ല ഇത് ഒരു ഈ രാജ്യത്തെ നിയമം പാലിച്ച് നടക്കുന്ന ആൾക്ക് ഇത് കൊണ്ട് പോകാൻ പറ്റും. ബോച്ചയ്ക്ക് വാൾ കൊടുത്തിറങ്ങിയ രാഹുൽ ഈശ്വരന് വരെ പറയാൻ നാക്കില്ല. അപ്പൊ ഇതിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് നാക്ക് പൊന്തുന്നില്ല. മനസ്സിലായോ? ഇതിനൊക്കെ പറയാനുള്ള ഗട്സ് വേണം ഇതിനെതിരെയൊക്കെ. കാരണം ഇമാതിരി അനാചാരങ്ങൾ ദുരാചാരങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ കോടതി നിയമവും വരെ ഒരുമാതിരി പഞ്ചപുച്ചടക്കിയിരി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി വേറെ ഡേഞ്ചർ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല. ഇവര് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഈ വീട്ടുകാർ.
നാളെ ആ കുഴിമാടത്തിലെങ്ങാനും ഒരു JCB ഒരു പാരയോ വെച്ചിട്ട് ഒരു കട്ടറോ വെച്ചിട്ട് അത് പൊളിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഓൾറെഡി ആ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി ഭക്ഷണം കഴിക്കുന്നില്ല ദിവസങ്ങളായിട്ടെന്നാണ് മകൻ പറയുന്നത്. നാളെ ഇതിൻ്റെ മുകളിൽ ഇത് ഓപ്പൺ ആക്കാൻ അൺബോക്സ് ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തി ആ വീട്ടിലെല്ലാവരും കൂടി തീ വളർത്തി മരിക്കുക എന്നാന്നുണ്ടെങ്കിൽ ആരെങ്കിലും തൂങ്ങുകയോ ചെയ്താൽ കേരളം കത്തും. അല്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛനെ പോലെ വയസ്സായി നിൽക്കുന്ന ഒരാളാണ് അമ്മയും. അത് ഏത് രീതിയിലാണ് അവരിതിനൊക്കെ എടുക്കുക എന്നുള്ളത് അറിയില്ല. നാളെ ഇതുപോലെ അവിടെ വേറെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ മത നേതാക്കന്മാരും ആ വീട്ടിൽ ചെന്ന് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സേഫ്റ്റിയിൽ വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അൺബോക്സിങ്ങിന് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ കേരളം ഇപ്പം ഇത്രയും ദിവസം ചിരിച്ചു, ചിരിയൊക്കെ മാറുന്ന അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറും. അപ്പുറത്തും ഇപ്പുറത്തുള്ള ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ തമ്മിലിരുന്ന് അടിക്കേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ ഇവന്മാർ നീക്കും. കാരണം ഇതിന്നൊക്കെ ബിസിനസ് കാണുന്ന ഒരു തരം ചെന്നായ്ക്കൾ ഈ നാട്ടിലുണ്ട്. ആ നാറികൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നത് എന്തിന്റെ പേരിലല്ല, തുറന്നാലും തുറന്നില്ലെങ്കിലും വെറുതെ നിന്നാലും ഇല്ലെങ്കിലും ഒക്കെ അതിന്റെ പേരിൽ ചോര കുടിക്കാൻ കുറെ ആൾക്കാർ ആ ഗിഡിന്റെ ചോട്ടിലും ഉണ്ടാവും. ആ കാര്യത്തിൽ ഞാൻ ഒരു RSSനെ BJP മാത്രമല്ല പറയുന്നത്, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും അല്ല ഇതിൽ രാഷ്ട്രീയം പറയാനുണ്ട്. രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഉറ്റു നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. മതം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരും ഇത് നോക്കിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം ഈ സാധനം ഹാൻഡിൽ ചെയ്യാൻ. ചുമ്മാ കയറി ഒരു ആവേശത്തിന് മുകളിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും അല്ലേ? തീർച്ചയായിട്ടും സീനാണ്.